യൂദിത്ത് 7-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ദിവസം ഹോളോഫെർണസ് തൻ്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സംഖ്യാക്ഷികളോടും പാളയം വിട്ട് ബഥൂലിലേക്കെതിരെ നീങ്ങാനും മലപ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ട് മുന്നേറി. 170,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബത്തുലിലേക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോഥാനിൽ ബാൽബയും വരെ വീഥിയിലും ബത്തൂലിയ മുതൽ യെസ്രയേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് ഗോപുരങ്ങളിൽ ആഴി കൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2-ാം ദിവസം ഹോളോഫെർണസ് ബഥൂലിയയിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തൻ്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഏസാവിൻ്റെ സന്തതികളുടെ നേതാക്കന്മാരും മോവാബ്യരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രവിച്ചാലും. ഈ ഇസ്രായേൽ ജനം ആശ്രയം വച്ചിരിക്കുന്നത് അവരുടെ കുന്നുകളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക. ഭടന്മാരെല്ലാവരും അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബഥൂലിയയിലേക്ക് ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും. അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാൾ ഏൽക്കാതെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കപ്പെടും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായ പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫെർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മോന്യരുടെ സൈന്യം അസിറിയയുടെ 5,000 ഭടന്മാരുടെ കൂടെ മുന്നോട്ട് നീങ്ങി. താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിൻ്റെ അമ്മോൻ്റെയും സന്തതികൾ മുകളിലെത്തി ദോഥാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മൊക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അഖ്രാബയിലേക്കും അയച്ചു. ബാക്കി അസിറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവർ ഒരു വലിയ സമൂഹമായിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസിറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ച് വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാക്കുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധികർത്താവ്.
അസറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുമ്പിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫർണസിനും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാവുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടെ നിന്ന് ചെയ്യാതിരിക്കട്ടെ. സദസ്സിലാകെ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിൻ്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. യൂദിത്ത് 8-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യൂദിത്ത് ഈ കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ മകളായിരുന്നു അവൾ. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഹോക്കസ്, ജോസഫ്, ഒസിയേൽ, എൽഖിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയ, ഹിൽക്കിയ, ഏലിയാബ്, നഥാനയേൽ, സലാമിയേൽ, സരസദായി, ഇസ്രായേൽ. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ അവരുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലി കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റ് കെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റു വീണു. ശയ്യാവലംബിയായ അവൻ സ്വനഗരമായ ബഥൂലയിൽ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരുടെ കൂടെ സംസ്കരിച്ചു. വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്ക് ചുറ്റുകയും വൈദവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാബത്തിന്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളും ആയിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസിദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരിയുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസറിയായിക്ക് അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. അവൾ തൻ്റെ വസ്തുവകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രീസിനെയും കാർമീസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബഥൂലിയ ജനത്തിൻ്റെ ഭരണകർത്താക്കളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലവിധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറകളിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും?
എൻ്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടുത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടങ്ങാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെ പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുമ്പിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ്. എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നാം പിടിക്കപ്പെട്ടാൽ യൂദ മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിൻ്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും. വിജാതരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നമ്മുടെ നാടിൻ്റെ അടിമത്തത്തിൻ്റെയും നമ്മുടെ പൈതൃക അവകാശം നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്തം നമ്മുടെ ശിരസിൽ പതിക്കും. നമ്മെ കീഴടങ്ങുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും പരിഹാസ്യരും ആകും. അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീകോവിലിൻ്റെയും ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും സുരക്ഷിതത്വം നമ്മിലാണ്. ഇങ്ങനെയിരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മെയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് അബ്രാഹത്തിനോടും ചെയ്തതും ഇസ്ഹാക്കിനെ പരീക്ഷിച്ചതും തൻ്റെ അമ്മാവനായ ലാബാൻ്റെ ആളുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയയിലെ മെസപ്പൊട്ടാമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടെ നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയും നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോടടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്. നിന്റെ വാക്കുകൾ നിഷേധിക്കാൻ ആവുകയില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. ദാഹവിവശരായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു. ആ പ്രതിജ്ഞ ലംഘിക്കാനാവതല്ല. നീ ഭക്തിയായാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്യിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും. നമ്മൾ തളർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ. നമ്മുടെ ഭാവി തലമുറകളെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കിൽ നിൽക്കുവിൻ. ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എൻ്റെ പദ്ധതി എന്തെന്നറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്ത് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നു